നിർത്താനായിട്ടില്ല. എന്താ അതായത് നമ്മുടെ പിന്നെ എന്തായാലും ലൈവായിട്ട് വന്നില്ല ഇതിയാട്ടെ. ഓക്കെ അപ്പൊ ഇപ്പൊ പ്രേക്ഷകര് എന്തായാലും ജാനുവർത്തിയുടെ ശബ്ദത്തില് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും, ആഗ്രഹിക്കുന്നുണ്ടാവും. തീർച്ചയായും. അപ്പൊ ചെറിയൊരു കൗണ്ടർ. ഓക്കെ, തീർച്ചയായും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജാനുവർത്തിയുടെ ശബ്ദത്തിലുള്ള ചെറിയൊരു കൗണ്ടർ. ഓക്കെ. പിന്നെ എനിക്കെന്തെന്നാണ് എന്നോട് ചോദിക്കാനുള്ളത്? അല്ല ജാനുവർത്തി, നിങ്ങള് മറ്റേ കണക്കിന്റെ കുഞ്ഞിക്കാണ് മാഷ് എടുക്കുക, എന്തോ സ്പെഷ്യൽ ക്ലാസ്സിനായിട്ട് പോകുന്നുണ്ടോ? ഈ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നുണ്ട് മോനെ. ഞാനറിയോ ആടെ എന്തോ നിങ്ങള് ഭയങ്കര കുഞ്ഞിക്കണ്ണൻ മാഷ മുഖത്ത് പുസ്തകം എല്ലാം വേലിച്ചെറിഞ്ഞ് എന്തോ പ്രശ്നം സീനാക്കി പോകുന്നെന്ന് പറയുന്നിട്ട്. അതെന്ന് വെച്ചാല് അത് ഇനി ഒരു മാഷായാലും ഒരു ബാക്കിന് വില വേണ്ടേ? ജാനുവർത്തി മാഷല്ല, ഏതൊരു വ്യക്തിയായാലും വാക്കിന് വില വേണം. അതിന് മോനെ കേളപ്പാട്ടൻ എന്നെ പഠിപ്പിച്ചെന്ന് വെച്ചാല് പിന്നെ ഒരു വാക്കിനൊരു വില വേണം. ഒരൊറ്റ വാക്ക് ആ ജാനു ഇനി എന്ത് പറഞ്ഞാലും ഒരൊറ്റ വാക്ക് പറയണം. വാക്ക് മാറ്റി പറയുന്ന ഒരു പരിപാടിക്ക് നിക്കരുതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാനെന്ത് പണിയെടുത്ത് കുഞ്ഞക്കണ്ണൻ മാഷെടുത്ത് പശക്കാസിന് പോയി മാഷ് പഠിപ്പിച്ച് എന്തെന്ന് 5 5 10. ആ 10. എന്റെ മനെ എങ്ങനെയല്ലോ ഞാൻ പഠിച്ച് കഴിഞ്ഞേരം പിറ്റേന്ന് മാഷ് പറയുന്ന 6 4 10 നോക്കണേ. ഇനി ഞാൻ അതും പഠിച്ച് മനെ അതിന്റെ തലേദിവസം പറയുന്ന 7 3 10. എനക്ക് പോയോലല്ല ഇങ്ങ് പോന്നോട്ടെ. ഞാൻ ബുക്കെടുത്ത് മാഷ മുഖത്തെറിഞ്ഞിട്ട് പറഞ്ഞ് മാഷെ ബാക്കിനൊരൊറ്റ ബാക്കി അതിലേതെങ്കിലും നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ വരും, മാണ്ടങ്ങൾ പഠിക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ അപ്പാട് പുസ്തകല്ലെറിഞ്ഞ് ഞാൻ ഇങ്ങ് പോന്നോട്ടെ. അതിന്റെ മാഷായാലൊരു ബാക്കിന് വില വേണ്ട മോനെ. ജാനുവർത്തി മാഷ് ചെയ്തല്ല ശരി. അത് ശരി. ഇനി എന്റെ ഇടവലത്തോ അതോ മാഷ് ഇടവലത്തോ? എന്റെ ഇടവലത്തില്ല. അപ്പൊ ഇനി എന്റെ ഓടിയല്ല മനെ നിക്കണ്ടേ? ഇനി മാഷോടിയാ നിക്കണ്ടേ? ഇനി ഓരോന്ന് മാണ്ടേ അത്.